എന്താ മേന്നെ ഉറക്കമെന്ന് വെച്ചാൽ ഉറക്കം തന്നെയാ. മേന്നെ ഏയ് എന്തുറക്കാണപ്പോ ഇത്? അല്ല നാരായണു, ഇരിക്കുക ഇരിക്കുക. കൊറേ ആയല്ലോ, വിശേഷമൊന്നുമില്ലല്ലോ. എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് കഴിയുന്നു, കുടിച്ചും കുടിക്കാതെ. പണിക്കർക്ക് അസുഖമൊന്നുമില്ലല്ലോ? അസുഖേ പണിക്കർക്ക്. ഞാനിങ്ങോട്ട് പോരുമ്പോ ആനകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോണു. മൂപ്പരും കൂടും ആനയെ തേക്കാനും പിടിക്കാനും ഒക്കെ. ആഹാ, അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേന്നെ? ആഹാരവും തേച്ചുകുളി എല്ലാം ഇപ്പോഴും കൃത്യമല്ലേ? അതുകൊണ്ട് എന്താ, മനസ്സ് 16 വയസ്സല്ലേ ഇപ്പോഴും? നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ? അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര്? മൂപ്പരുടെ ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യക്കേടായിട്ടാ തീർന്നിരിക്കുന്നത്. അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നല്ല പറഞ്ഞത്, ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ. ആ മകളെടുത്ത് ഒന്നി ഇങ്ങോട്ട് വന്നി. മാളുവേട്ടത്ത് ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നല്ലാതെ എനിക്കിത് വല്ലതും അവിടെ ചെന്ന് പറയാൻ ഒക്കോ? വേണമെങ്കിൽ ഞാൻ കൂടെ ഒന്ന് പണിക്കരോട് പറയാം. ഇനി ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയും കൂട്ടി പോയ വിവരം അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഇവിടെ നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക കക്ഷി. ഓള് മൂപ്പന്റെ അടുത്ത് പോയി, മാപ്പിളമാര് നിങ്ങൾക്ക് സപ്പോർട്ടായി, എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട്. അല്ല നീ ഇതിപ്പോ എനിക്ക് നിങ്ങളുടെ പൂരായി ഒന്നും കേൾക്കണ്ട. ഒരു കാര്യം ഓർത്തോളൂ, മൂപ്പൻ വിളിച്ചാൽ വരാൻ ഇവിടെ 100 മാപ്പിളമാരുണ്ടെങ്കിൽ പണിക്കര് വിളിച്ചാൽ വരാൻ ഇവിടെ 100 സഹായന്മാരുണ്ട്. ഇന്നലെ വരെ മാപ്പിളമാർ ഇവിടെ കയറി സൂര്യക്കേടുണ്ടാക്കാൻ നിന്നപ്പോ കാവല് കിടക്കാനും വെട്ടുകൊള്ളാനും 4 ഹിന്ദുക്കൾ വന്നത് ആര് പറഞ്ഞിട്ടാണെന്നാ നിങ്ങളുടെ ധാരണ? എനിക്കതറിയില്ലേ, നീ ഇതെന്താ? അതൊന്നും മറക്കാൻ പാടില്ല. ഭൂമിയോളം ക്ഷമിക്കുന്നവനാണ് അദ്ദേഹം. ഇതിപ്പോ എങ്ങനെയോ മൂപ്പർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, മാപ്പിളമാരുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാളുകെട്ടത് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ഭാവമാണെന്ന്. അത് നടക്കില്ല. എന്റെ ഗുരുവായൂരപ്പാ, ഞാൻ പറയണതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ? അവളെ അയക്കാൻ എനിക്കെന്തിനാ മനപ്രയാസം? കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്ന കുഞ്ഞുമോളൊന്നും അല്ലല്ലോ. അവളുടെ സ്വഭാവം ശരിയല്ല നാരായണ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ. സ്വഭാവമൊക്കെ നേരെ ആയിക്കൊള്ളും. മൂപ്പം പാവമായതുകൊണ്ട് അവള് വിദ്യ കാട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ അങ്ങനെ ചോദ്യം പഠിച്ചിട്ടൊന്നുമില്ല. മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് തലയില്ലാതെ പുഴക്കര കിടക്കും, അറിയോ? അതും എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. എന്റെ ഈശ്വര, അതല്ല, മാളുവേട്ടത്തെയാണ് ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു വിടാതെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി ബോധ്യപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അതിനുള്ള പുറപ്പാടാ അവിടെ. ഓഹോ, ഇപ്പൊ സപ്പോർട്ടുകാരെല്ലാം ഒപ്പം തന്നെ താമസിപ്പിച്ചിരിക്കുക. ഒന്ന് നിർത്തണ്ട നാരായണ. നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ ഈ ആശ്രയത്തിന് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കോളൂ. കൊല്ലുകയോ കൊല്ലാതിരിക്കയോ. നില്ലടിയോടെ സാമർത്ഥ്യം കാട്ടുക. അല്ല ഞാൻ പറഞ്ഞോണ്ടാ കുട്ടി. മോനോടൊന്നും ചോദിച്ചില്ല, ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട. നടക്കടി. നാരായണൻ ഇരിക്കെ. നിക്കടിയോടെ. ഗൗരിക്കുട്ടി ചാടിപ്പോവാൻ നോക്കുകയായിരുന്നു. ആയിരുന്നെങ്കിൽ പറയുന്നു. ഈ വളപ്പിനുള്ളിൽ ഒരാൾ എന്നോട് ഇന്ന് വരെ ഒരു അക്ഷരം ഓർത്ത് പറഞ്ഞിട്ടില്ല, അറിയോ നോക്ക്? നന്ദി കേട്ടവളെ. കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിയിട്ട് ഇപ്പൊ നാട്ടിലെ 2 ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും. ഇന്ന് അവസാനിപ്പിക്കും ഞാൻ. നാരായണ, എടാ നാരായണ, എന്താണെന്ന് വെച്ചാൽ നേരിട്ടങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു അവിശ്വാസമല്ലേ? നടക്കടി. ഒൻപത് മണിക്ക് ഞാൻ കാറ് കൊണ്ടുവരും. 9:30 അദ്ദേഹം കളത്തി വരുമ്പം അവിടെ എത്തിയിരിക്കണം. എനിക്ക് അത്രേ അറിയണ്ടു. എന്റെ ശവമായിരിക്കും നിങ്ങൾ കൊണ്ടുപോണത്. അത് പണിക്കര് പറഞ്ഞാല് നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പോഴൊക്കെ അല്ലേ ഇത്തിരി ഡിമാൻഡ് കാട്ടാൻ ഒക്കൂ, അല്ലേ? 4 ദിവസം കഴിയുമ്പോ എന്ത് പറയും? ഞാൻ ഇറങ്ങുന്ന മാളുവേട്ടത്തി, പോയിട്ട് വരാം. വരികയോ കൊണ്ടുപോകുകയോ ഒക്കെ തന്റെ കാര്യ.
അത് എങ്ങനെയാ ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തോളുക. പിന്നെ എന്നെ കുറ്റം പറയാനും നായന്മാരെ കൂട്ടാനും ഒന്നും നിന്നേക്കരുതെന്ന് പണിക്കരോട് പറഞ്ഞേക്കണം. പണിക്കര് അങ്ങേര് പറയണത് അങ്ങോട്ട് അനുസരിക്കായിരിക്കും നല്ലത്. മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെ ഉണ്ട്. ഇങ്ങേര് അതല്ല. അയാൾക്ക് കലി കളിയാൽ പിന്നെ ബാക്കിയുള്ളവർ സ്വൈരായിട്ട് ഇരിക്കാൻ പറ്റാണ്ടേ. ദേവക എപ്പോഴെങ്കിലും മദ്യം കഴിച്ചിട്ടുണ്ടോ? അയ്യേ, കഴിച്ചിട്ടേ ഇല്ല. ഇല്ല. ആ അപ്പൊ അതാ നമ്മൾ തമ്മിൽ ചേരാത്തത്. കള്ളു കുടിക്കുന്ന പെണ്ണുങ്ങളോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. കള്ളിന് മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ. ഹോ, ഒരു വയസ്സൻ. ഇരിക്കടോ. കറിയച്ചോ, ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ. ഇവൻ പറഞ്ഞ ശരിയാ. അവൾ ഏതാണ്ട് ഒരു ഹൗസ് അറസ്റ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? വിളിച്ചിറക്കി കൊണ്ടുപോയി ചെലവിന് കൊടുക്കണം എന്നല്ല. പിന്നെ താൻ കൊടുക്കൂ? ഞാൻ കൊടുക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. നേരെ സക്രിയ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇനിയും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ഇടുകയാണോ മോനെ? ചെറുവാണിയൂരുള്ളതാ. ഞാൻ ഇപ്പൊ കാറ് വിട്ട് വിളിപ്പിച്ചതാ. പാരസാര് കുട്ടിയാ. ഇവരൊക്കെയാ ടൗണിൽ നിന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ലേ. ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ. ഡിഗ്രി ഉണ്ട്. അതെയോ? BA അല്ല, BSc. എന്തായിരുന്നു സബ്ജക്ട്? ബോട്ടണി. വീക്കെൻഡ് പയ്യനെ മാതിരി നീ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുമെന്ന് പേടിച്ചിരിക്കാ ഞാൻ. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ. പുലർച്ചെ കണി കണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ. രാത്രിയിലൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു കുഴപ്പം? അല്ല, ഇനിയിപ്പോ വാരന്മാരുടെ വക അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതെന്താ വക്കീൽ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, നായന്മാര് കുഴപ്പം ഉണ്ടാക്കിയേക്കുന്നോ? ഛേ, ഒന്നുമില്ല. ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചില്ലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ. ഓ, ഇവിടെയൊക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ. നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? രാത്രി മീനോ മറ്റോ വാങ്ങിക്കണ്ടേ? പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിൽക്കുകയാണ്. അപ്പോ ഈ മറ്റേ പെണ്ണ് കാര്യം എങ്ങനെ? നമ്മുടെ ഗൗരിക്കുട്ടിയുടെ. ഓ, അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്കാ പാട്.